ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ദിനം ചരിത്ര ദിനം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ വനിതകൾ ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു. കാത്തിരുന്ന കിരീടം ഒന്നിൽ പിഴച്ചാൽ 3 എന്ന തരത്തിൽ കഴിഞ്ഞ 2 തവണയും കൈവിട്ട കിരീടം ഇന്ത്യ ഇത്തവണ ആധികാരികമായി തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയെ വമ്പൻ മാർച്ചിൽ തോൽപ്പിച്ച 52 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ലോക ചാമ്പ്യന്മാരാകുന്നത്. 299 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പ്രോട്ടീസ് വുമൻസ് 246 റൺസിന് പുറത്താവുന്നു. ഷഫാലി വർമ്മയുടെ ഓൾറൗണ്ട് മികവാണ് ഇന്ത്യക്ക് ലോക കിരീടം സമ്മാനിക്കുന്നത്. ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും മികവ് കാണിച്ച ഷഫാലി ഇന്ത്യയെ ലോക ചാമ്പ്യന്മാരാക്കി മാറ്റുന്നു. ഗംഭീര പ്രകടനത്തോടുകൂടി ഇന്ത്യ ആദ്യ ലോക കിരീടം ഉയർത്തുന്നു. കഴിഞ്ഞ 2 തവണയും നഷ്ടപ്പെട്ട കപ്പിനും ചുണ്ടിനും അടുത്ത് നഷ്ടപ്പെട്ട ആ കിരീടം ഇത്തവണ നേടുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം മണ്ണിൽ ഇന്ത്യ ആധികാരികമായി ജയിച്ച കിരീടം നേടുന്നു. പ്രോട്ടീസിന് ഒരിക്കൽ കൂടി കണ്ണീർ. നമുക്കറിയാം പലകുറി പഠിക്കൽ കലമുടയ്ക്കുന്ന ദക്ഷിണാഫ്രിക്കയുടെ കാര്യം നമ്മൾ കണ്ടതാണ്. ഒരിക്കൽ കൂടി അത് കാണുന്നു. വനിതാ 2020 ലോകകപ്പിന് പിന്നാലെ ഏകദിന ലോകകപ്പിലും ദക്ഷിണാഫ്രിക്ക വീഴുന്ന കാഴ്ച. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്ര നിമിഷം. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലെ മാറ്റത്തിൻ്റെ ശങ്കൊലി മുഴങ്ങുന്ന ദിനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഷഫാലിയോട് തന്നെയാണ്. ഈ ലോകകപ്പിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ ഷഫാലി ഉണ്ടായിരുന്നില്ല. പ്രതികാ റാവലിന് പരിക്കേറ്റതോടുകൂടിയാണ് സെമി ടീമിന് സമയത്താണ് എത്തുന്നത്. ആദ്യ മത്സരത്തിൽ സെമിയിൽ തിളങ്ങാനായില്ലെങ്കിൽ പോലും ഫൈനലിൽ ഷഫാലി വമ്പൻ പ്രകടനം കാഴ്ചവെക്കുന്നു. ബാറ്റ് കൊണ്ട് 87 റൺസ്, പന്തെടുത്തപ്പോൾ നിർണായകമായ 2 വിക്കറ്റുകൾ. ഒരു ഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്ക വളരെ സ്മൂത്തായി പോകുന്ന ഘട്ടത്തിലാണ് 2 വിക്കറ്റുമായി ഷഫാലി തിളങ്ങുന്ന കാഴ്ച കണ്ടത്. ആ 2 വിക്കറ്റുകളും നിർണായകമായി. ഒപ്പം തന്നെ അമൻജോതിൻ്റെ പ്രകടനവും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വിക്കറ്റുകൾ വീഴ്ത്തിയില്ലെങ്കിൽ പോലും അമൻജോത് ഒരു ക്യാച്ചും ഒരു റണ്ണൌട്ടും മത്സരത്തിൽ അത്ര കണ്ട് നിർണായകമായി. ദീപ്തി ശർമ്മയ്ക്ക് ഒരുപക്ഷെ മത്സരത്തിലെയും ടൂർണമെന്റിലെയും താരമാവാനുള്ള അവസരം വരുന്നു. ദീപ്തി ശർമ്മ അർദ്ധ സെഞ്ചുറി നേടിയതിനൊപ്പം 5 വിക്കറ്റ് കൂടിയാണ് വീഴ്ത്തിയത്. ദീപ്തി ശർമ്മ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ലോകകപ്പാണോ ദീപ്തി കൈവിട്ടത് എന്ന തരത്തിൽ വരെ ചർച്ചകളിലേക്ക് പോയിരുന്നു. പക്ഷേ അടുത്തടുത്ത് 2 വിക്കറ്റ് വീഴ്ത്തി ദീപ്തി എന്താണ് ലോകത്തെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരുടെ കൂട്ടത്തിൽ തന്നെ കൂട്ടണം എന്നത് പറഞ്ഞത് അത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ദീപ്തിയുടെ പ്രകടനം ഉണ്ടാകുന്നത്. അർദ്ധ സെഞ്ചുറിക്ക് പിന്നാലെ 5 വിക്കറ്റ് പ്രകടനം. ലോകകപ്പിൽ 5 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്നുള്ള ഒരു നേട്ടം കൂടിയാണ് ദീപ്തി സ്വന്തമാക്കുന്നത്.